Dear students, DBMS ലാബിന്റെ അടുത്ത സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് join statements നെ കുറിച്ച് പഠിക്കാം. Okay, join statement is used to combine data or rows from two or more tables based on the common field between them. അതായത് രണ്ട് ടേബിളുകളിൽ നിലവിലുള്ള കോമൺ ഫീൽഡ് വെച്ചിട്ട് നമുക്ക് രണ്ട് ടേബിളുകളെ ജോയിൻ ചെയ്യാം. അതെങ്ങനെയാണ് എന്ന് നോക്കാം. നമുക്കിപ്പോൾ ജോയിൻ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാതെ തന്നെ നമുക്ക് രണ്ട് ടേബിളുകളെ തമ്മിൽ ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് ആദ്യം നോക്കാം. അതിനായിട്ട് നമുക്ക് രണ്ട് ടേബിളുകൾ എടുക്കാം. സെലക്ട് സ്റ്റാർ ഫ്രം ഓർഡേഴ്സ് എന്നുള്ള ടേബിളും സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമേഴ്സ് എന്നുള്ള ടേബിളും എടുക്കുകയാണെങ്കിൽ ഇതിൽ കോമൺ ഫീൽഡ് ആയിട്ട് കസ്റ്റ് ഐ ഡി എന്നുള്ളൊരു ഫീൽഡ് കോമൺ ആയിട്ടുണ്ട്. ഓർഡേഴ്സിലും കസ്റ്റ് ഐ ഡി ഉണ്ട്, കസ്റ്റമേഴ്സിലും കസ്റ്റ് ഐ ഡി ഉണ്ട്. അപ്പോൾ ഇതിൽ കോമൺ ആയ ഫീൽഡ് നമുക്ക് എടുക്കാനായിട്ട് ജസ്റ്റ് സെലക്ട് ഓർഡർ ഐ ഡി, ഓർഡർ ഡേറ്റ്, ഇത് ഫസ്റ്റ് ടേബിൾ നെയിം. സെക്കൻഡ് ടേബിളിലെ കസ്റ്റ് നെയിം, സിറ്റി, ഇഷ്ടമുള്ള ഫീൽഡ് എടുക്കാം, കൺട്രി, ഫ്രം ഓർഡേഴ്സ് കോമ കസ്റ്റമേഴ്സ്. രണ്ട് ടേബിളും നമ്മൾ കോമ ഇട്ട് കൊടുത്തു. വേർ orders dot cost id equal to customers dot cost id. ഇപ്പോൾ നമുക്ക് കൊടുത്തിരിക്കുന്നത് സെലക്ട് ഓർഡർ ഐ ഡി, ഓർഡർ ഡേറ്റ്, കസ്റ്റ് നെയിം, കസ്റ്റമേഴ്സ് ടേബിളിലെ കസ്റ്റ് നെയിം, സിറ്റി, കൺട്രി. ഓക്കെ, ഫ്രം ഓർഡേഴ്സ് കോമ കസ്റ്റമേഴ്സ് രണ്ട് ടേബിളിൻ്റെയും നമ്മൾ കൊടുക്കണം. വേർ ഓർഡേഴ്സ് ഡോട്ട് എന്നാണ് കൊടുക്കേണ്ടത്, കോമയല്ല. ഓർഡേഴ്സ് ഡോട്ട് കസ്റ്റ് ഐ ഡി, ഓർഡേഴ്സിലുള്ള കസ്റ്റ് ഐ ഡി. ഓക്കെ, ഇതും കസ്റ്റമേഴ്സ് ഡോട്ട് കസ്റ്റ് ഐ ഡി. ഇത് രണ്ടും ഈക്വൽ ആവുന്ന ഫീൽഡുകൾ വരാൻ വേണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഓർഡേഴ്സ് ടേബിളിലെ ഓർഡർ ഐ ഡിയും ഓർഡർ ഡേറ്റും വന്നിട്ടുണ്ട്. കസ്റ്റമേഴ്സ് ടേബിളിലെ കസ്റ്റമർ നെയിമും സിറ്റി, കൺട്രി, ഈ ഫീൽഡുകൾ ജോയിൻ ചെയ്യിപ്പിച്ചുകൊണ്ട് നമ്മൾ ജോയിൻ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാതെ തന്നെ സെലക്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഞാനിവിടെ കൊടുത്തത്. ഓക്കെ, ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജോയിൻസ്. ജോയിൻ സ്റ്റേറ്റ്മെന്റുകൾ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഇന്നർ ജോയിൻ, ലെഫ്റ്റ് ജോയിൻ, റൈറ്റ് ജോയിൻ, ഫുൾ ജോയിൻ, സെൽഫ് ജോയിൻ. ഓക്കെ, ഇന്നർ ജോയിൻ എന്ന് പറയുന്നതിൽ സെയിം ആസ് ജോയിൻ ഈക്വൽ ആണ്. അതിൽ ഇന്നർ എന്നുള്ളത് ഓപ്ഷനിലാണ്. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജോയിൻസ് നോക്കാം. ഓക്കെ, അതിൽ ഇന്നർ ജോയിൻ സെലക്ട് റെക്കോർഡ്സ് ദാറ്റ് ഹാവ് മാച്ചസ് വാല്യൂ ഇൻ ബോത്ത് ടേബിൾസ്. രണ്ട് ടേബിളിലും കോമൺ ആയിട്ടുള്ള ഫീൽഡ് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി ഇന്നർ ജോയിൻ ഉപയോഗിക്കുന്നത്. ഫുൾ ജോയിൻ, ഫുൾ ഔട്ടർ ജോയിൻ എന്നും പറയാറുണ്ട്. ലെഫ്റ്റ് ഔട്ടർ ജോയിൻ, റൈറ്റ് ഔട്ടർ ജോയിൻ, സെൽഫ് ജോയിൻ. ഇത് നമുക്ക് ഓരോന്നും ഇൻഡിവിജ്വലായി ഡീറ്റെയിൽഡ് ആയി പഠിക്കാം. ഓക്കെ, ഇതിൽ ഇന്നറും ഔട്ടർ എന്ന് സ്പെസിഫൈ ചെയ്ത് കീവേഡ് ഓപ്ഷനിലാണ്. ഓക്കെ, ഇനി ഇന്നർ ജോയിൻ എന്താണെന്ന് നോക്കാം. Inner join select records that have matching values in both tables. Both ടേബിളിലും matching value ഉള്ളതിനെ സെലക്ട് ചെയ്യാനാണ്. They are also referred to as equi-join എന്നും ഇതിനെ അറിയപ്പെടാറുണ്ട്. ഓക്കെ, ഇപ്പോൾ സെലക്ട് കോളൻ നെയിം ഫ്രം ടേബിൾ നെയിം 1, ഇന്നർ ജോയിൻ എന്നുള്ള കീവേഡ് ഉപയോഗിക്കണം. ടേബിൾ 2 ഓൺ കോളം നെയിം 1 ഈക്വൽ ടു കോളം നെയിം 2 വേർ കണ്ടീഷൻ കൊടുക്കണം. ഇതാണ് ഇതിൻ്റെ സിൻടാക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് ടേബിൾ 1ലും 2ലും
കോമൺ ആയ ഈ ഫീൽഡ് സെലക്ട് ചെയ്യാനാണ് നമ്മൾ ഇന്നർ ജോയിൻ കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ടൊരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ കസ്റ്റ് ഐ ഡി കോളം ഇൻ ദി ഓർഡേഴ്സ് ടേബിൾ റെഫർ ടു ദി കസ്റ്റ് ഐ ഡി ഇൻ ദി കസ്റ്റമേഴ്സ് ടേബിൾ. ഓക്കെ, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ടേബിൾസ് എബോവ് ഈസ് ദി കസ്റ്റ് ഐ ഡി കോളം. രണ്ടിലും കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കസ്റ്റ് ഐ ഡി എന്നുള്ള കോമൺ ഫീൽഡാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമേഴ്സ് എന്നുള്ളത് കൊടുത്തു. ഓർഡേഴ്സ് എന്നുള്ള ടേബിൾ, അതിന് തൊട്ട് താഴെ കസ്റ്റമേഴ്സും നമ്മൾ ഡിസ്പ്ലേ ചെയ്തു. ഇതിൽ നിന്നാണ് കോമൺ ആയ ഫീൽഡ് നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഓർഡറിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓർഡേഴ്സ് ടേബിളിൽ 103, 107, 102 ഈ 3 ഫീൽഡാണ് ഇവിടെ കോമൺ ആയിട്ടുള്ളത്. കസ്റ്റമേഴ്സ് ടേബിൾ 101, 102 ഉണ്ട് ഇതിലും കോമൺ ആയിട്ട്. 107, ഓക്കെ, 102, 103, 103 കറക്റ്റ്, 107. ഓക്കെ, ഇതാണ് രണ്ടിലും കോമൺ ആയി വരുന്ന ഫീൽഡ്. അതിൽ നമ്മൾ ഓർഡർ ഐ ഡി ആണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അതിൽ 502, 501, 505 എന്നുള്ളതാണ് ആ ഫീൽഡിൽ കാണുന്നത്. ഓക്കെ, സെലക്ട് സ്റ്റാർ ഫ്രം ഓർഡേഴ്സ്. അതിൽ 103യുടെ കസ്റ്റ് ഐ ഡി ഉള്ളതിൻ്റെ ഓർഡർ ഐ ഡി ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. 103യുടെ 501 ഇത്. ഓക്കെ, മനോജ് എന്നുള്ളത് കസ്റ്റമർ ടേബിളിലെ ഫീൽഡാണ്. ഓർഡർ ഡേറ്റ് ഓർഡർ ടേബിളിലെയും കൺട്രി എന്നുള്ളത് കസ്റ്റമേഴ്സ് ടേബിളിലെയാണ്. ഓക്കെ, അതേപോലെ 505, 107 എന്നുള്ള കസ്റ്റ് ഐ ഡിയുടെ 505, 107 കസ്റ്റ് ഐ ഡിയുടെ 501, 103യും 502, 102 ഈ 3 കോമൺ ആയി ഇന്നർ ആയിട്ട് രണ്ടിലും കോമൺ ആയി വരുന്നത്. അതിനായിട്ട് സെലക്ട് ഓർഡേഴ്സ് ഡോട്ട് ഓർഡർ ഐ ഡി, ഓർഡറിലുള്ള ഓർഡർ ഐ ഡി, കസ്റ്റമേഴ്സ് ഡോട്ട് കസ്റ്റ് നെയിം, കസ്റ്റമേഴ്സിലുള്ള കസ്റ്റ് നെയിം ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. ഓർഡേഴ്സ് ഡോട്ട് ഓർഡർ ഡേറ്റ്, ഓർഡേഴ്സ് ഡോട്ട് ഓർഡർ ഡേറ്റ്. ഓക്കെ, ഇനി കസ്റ്റമേഴ്സ് ഡോട്ട് കൺട്രി. ഫ്രം ഓർഡേഴ്സ്, ഓർഡേഴ്സ് ഉള്ളതാണ് ഫസ്റ്റ് ടേബിൾ. ഇന്നർ ജോയിൻ കസ്റ്റമേഴ്സ് സെക്കൻഡ് ടേബിൾ ഓൺ ഓർഡേഴ്സ് ഡോട്ട് കസ്റ്റ് ഐ ഡി, ഓർഡേഴ്സ് എന്നുള്ള കസ്റ്റ് ഐ ഡിയും ഈക്വൽ ടു കസ്റ്റമേഴ്സ് ഡോട്ട് കസ്റ്റ് ഐ ഡി. ഇതാണ് സെലക്ട് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇന്നർ ജോയിനിൽ വരുന്നത്. മനസ്സിലായോ? അതായത് ഓർഡേഴ്സിലെ ഓർഡർ ഐ ഡി, കസ്റ്റമേഴ്സിലെ കസ്റ്റമർ നെയിം, ഓർഡേഴ്സിലെ ഓർഡർ ഡേറ്റ്, കസ്റ്റമേഴ്സിലെ കൺട്രി. ഓക്കെ, ഫ്രം ഓർഡേഴ്സ്, ഓർഡേഴ്സ് എന്നുള്ള ഫസ്റ്റ് ടേബിൾ, ഇന്നർ ജോയിൻ കസ്റ്റമേഴ്സ് എന്നുള്ള സെക്കൻഡ് ടേബിൾ ഓൺ ഓർഡേഴ്സ് ഡോട്ട് കസ്റ്റ് ഐ ഡി, അത് ഈക്വൽ ടു കസ്റ്റമേഴ്സ് ഡോട്ട് കസ്റ്റ് ഐ ഡി. അതാണ് നമുക്കിവിടെ ഡിസ്പ്ലേ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഇന്നർ ജോയിനിൽ വരുന്നത്. മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി ലെഫ്റ്റ് ഔട്ടർ ജോയിൻ റിട്ടേൺസ് ആൾ റെക്കോർഡ്സ് ഫ്രം ദി ലെഫ്റ്റ് ടേബിൾ. ലെഫ്റ്റ് ടേബിളിലെ എല്ലാ റെക്കോർഡ്സും ഡിസ്പ്ലേ ആവും. ആൻഡ് ദ മാച്ചിങ് റെക്കോർഡ്സ് ഫ്രം ദ റൈറ്റ് ടേബിളിലെ മാച്ചിങ് റെക്കോർഡ് മാത്രം ഡിസ്പ്ലേ ആവും. ഓക്കെ, അതിനായിട്ടുള്ള സെലക്ട് ക്വറി എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്? SQL സ്റ്റേറ്റ്മെന്റ് സെലക്ട് ഓൾ ഓർഡേഴ്സ് വിത്ത് കസ്റ്റമേഴ്സ് ഇൻഫർമേഷൻ എന്നാണ്. ഓക്കെ, അപ്പോൾ ഓർഡർ ടേബിളിലെ എല്ലാം വരണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് സെലക്ട് ഓർഡേഴ്സ് ഡോട്ട് ഓർഡർ ഐ ഡി, നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ ഓർഡേഴ്സ് ഡോട്ട് ഓർഡർ ഐ ഡി, ഓർഡേഴ്സ് ടേബിളിലെ ഓർഡർ ഐ ഡി, ഓർഡേഴ്സ് ഡോട്ട് ഓർഡർ ഡേറ്റും എടുത്തു, കസ്റ്റമേഴ്സ് ഡോട്ട് കസ്റ്റമർ നെയിം, കസ്റ്റമേഴ്സ് ഡോട്ട് സിറ്റി, പിന്നെ കസ്റ്റമേഴ്സ് ഡോട്ട് കൺട്രി, കസ്റ്റമേഴ്സ് ടേബിളിലെ 3 ഫീൽഡും എടുത്തു. ഫ്രം ഓർഡേഴ്സ്, ഇതാണ് ഫസ്റ്റ് ടേബിൾ. ലെഫ്റ്റ് ജോയിൻ,
ലെഫ്റ്റ് സൈഡിലുള്ള ടേബിൾ എന്ന് പറയുന്നത് ഓർഡേഴ്സ് ആണ്. കസ്റ്റമേഴ്സ് ലെഫ്റ്റ് ജോയിൻ കസ്റ്റമേഴ്സ് ടേബിൾ 2 ആണ് കസ്റ്റമേഴ്സ്. ഓൺ ഓർഡേഴ്സ് ഡോട്ട് കസ്റ്റ് ഐ ഡി ഈക്വൽ ടു കസ്റ്റമേഴ്സ് ഡോട്ട് കസ്റ്റ് ഐ ഡി. ഓക്കെ, അപ്പോൾ അതിൽ ഓർഡർ ഐ ഡി ഓർഡർ ഡേറ്റ് എന്ന് പറയുന്ന ഓർഡേഴ്സ് ടേബിളിലെ എല്ലാ ഫീൽഡും വന്നിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലെ എല്ലാ ഫീൽഡും വന്നിട്ടുണ്ട്. റൈറ്റ് സൈഡിലെ ഇതിന് മാച്ചിങ് ആയിട്ട് മാത്രം വന്നു, ബാക്കിയുള്ളതിൽ നൾ എന്നുള്ളത് വരും. ഓക്കെ, അതാണ് ലെഫ്റ്റ് ജോയിൻ്റെ പ്രത്യേകത. ലെഫ്റ്റ് ഔട്ടർ ജോയിൻ എന്നും പറയും. ഇതിൽ ലെഫ്റ്റ് ജോയിൻ എന്നുള്ള കീവേഡാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി റൈറ്റ് ഔട്ടർ ജോയിൻ. റൈറ്റ് ജോയിൻ keyword returns all records from the right table. Table 2 നിന്നും എല്ലാ റെക്കോർഡ്സും എടുക്കും. അതിൻ്റെ മാച്ചിങ് റെക്കോർഡ് മാത്രം ടേബിൾ 1 നിന്ന് എടുക്കും. ഓക്കെ, റിമൈനിങ് ഫീൽഡുകൾ നൾ വാല്യൂ ആയിട്ട് കാണിക്കും. നമ്മളിപ്പോൾ കണ്ടതാണ് ലെഫ്റ്റ് ജോയിനിങ്ങിലെ. അതേപോലെ തന്നെയാണ് ഇതിൻ്റെ കമാൻഡ്സും വരുന്നത്. കുറേ എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി സെലക്ട് ഓർഡേഴ്സ് ഡോട്ട് ഓർഡർ ഐ ഡി. ഓർഡേഴ്സ് എന്നുള്ള ടേബിളിൽ ഓർഡർ ഐ ഡി, ഓർഡേഴ്സ് ഡോട്ട് ഓർഡർ ഡേറ്റ് രണ്ട് ഫീൽഡ് ഓർഡർ ടേബിളിൽ എടുത്തു. കസ്റ്റമേഴ്സ് ഡോട്ട് കസ്റ്റമർ നെയിം കസ്റ്റ് നെയിം, കസ്റ്റമേഴ്സ് ഡോട്ട് സിറ്റി, കസ്റ്റമേഴ്സ് ഡോട്ട് കൺട്രി. കസ്റ്റമേഴ്സ് ടേബിളിൽ 3 ഫീൽഡ് എടുത്തു. ഫ്രം ഓർഡേഴ്സ് എന്നുള്ളത് ലെഫ്റ്റ് ടേബിൾ, അതായത് ടേബിൾ 1. റൈറ്റ് ജോയിൻ കസ്റ്റമേഴ്സ് എന്നുള്ള ടേബിൾ 2. ഓൺ ഓർഡേഴ്സ് ഡോട്ട് കസ്റ്റ് ഐ ഡി ഈക്വൽ ടു കസ്റ്റമേഴ്സ് ഡോട്ട് കസ്റ്റ് ഐ ഡി. ഓർഡർ ബൈ കൺട്രി, കൺട്രിയുടെ ഓർഡറിൽ വരാനായിട്ടാണ് കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഇത് കൺട്രിയുടെ ഓർഡറിൽ വന്നിട്ടുണ്ട്, അസെൻഡിങ് ഓർഡറിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് റൈറ്റ് സൈഡിൽ എല്ലാ ഫീൽഡും തന്നെ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ മാച്ചിങ് ഫീൽഡ് മാത്രം ഡിസ്പ്ലേ ആവുകയും റിമൈനിങ് ഫീൽഡുകൾ നൾ വാല്യൂ നമുക്ക് കാണാനായിട്ട് പറ്റും. നൾ വാല്യൂ ആണ് അതിൽ ഡിസ്പ്ലേ ആയിരിക്കുന്നത്. ഓക്കെ, ഇതാണ് റൈറ്റ് ജോയിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഫുൾ ജോയിൻ എന്ന് പറയുന്നത് രണ്ട് ടേബിളിലും എല്ലാ ഫീൽഡുകളും ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനായിട്ട് നമ്മൾ കൊടുക്കുന്ന കീവേഡ് കമാൻഡ്സ് ഇതാണ്. അതിൽ സെലക്ട് കസ്റ്റമേഴ്സ് ഡോട്ട് കസ്റ്റമർ നെയിം, കസ്റ്റമേഴ്സ് ടേബിളിലെ കസ്റ്റ് നെയിമും ഓർഡേഴ്സ് ഡോട്ട് ഓർഡർ ഐ ഡി ഫ്രം കസ്റ്റമേഴ്സ് എന്നുള്ള ടേബിളിൽ നിന്നും ഫുൾ ഔട്ടർ ജോയിൻ ഓർഡേഴ്സ് ഓൺ കസ്റ്റമേഴ്സ് ഡോട്ട് കസ്റ്റ് ഐ ഡി ഈക്വൽ ടു ഓർഡേഴ്സ് ഡോട്ട് കസ്റ്റ് ഐ ഡി. നേരത്തെ കൊടുത്ത പോലെ അത് മാച്ച് ചെയ്യുന്നതാണ്. ഓർഡർ ബൈ കസ്റ്റമേഴ്സ് ഡോട്ട് കസ്റ്റ് നെയിം. പക്ഷേ ഈ ഫുൾ ഔട്ടർ ജോയിൻ MySQL വർക്ക് ചെയ്യില്ല. ഇതാണ് അതിൻ്റെ കമാൻഡ്സ് വരുന്നത്. ഇതിൽ വർക്ക് ചെയ്യില്ല. അപ്പോൾ നമ്മൾ അതിനായിട്ട് if the database does not support full join, MySQL does not support full join എന്ന് പറയുന്നുണ്ട്. they can use union all എന്നുള്ളത് ഇതിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, രണ്ട് ജോയിൻ നമ്മൾ പഠിച്ചു. ലെഫ്റ്റ് ജോയിൻ പഠിച്ചു, റൈറ്റ് ജോയിൻ പഠിച്ചു. ഇപ്പം രണ്ടും കൂടി നമുക്ക് ജോയിൻ ചെയ്യിപ്പിച്ചുകൊണ്ട് യൂണിയൻ ഓൾ എന്നുള്ള ഒരു കൊറി നമുക്കിതിന് ഉപയോഗിക്കാൻ പറ്റും ഫുൾ ജോയിന് പകരമായിട്ട്. അതായത് സെലക്ട് ഓർഡേഴ്സ് ഡോട്ട് ഓർഡർ ഐ ഡി, ഓർഡേഴ്സ് ഡോട്ട് ഓർഡർ ഡേറ്റ്, കസ്റ്റമേഴ്സ് ഡോട്ട് കസ്റ്റ് നെയിം, കസ്റ്റമേഴ്സ് ഡോട്ട് സിറ്റി, കസ്റ്റമേഴ്സ് ഡോട്ട് കൺട്രി ഫ്രം ഓർഡേഴ്സ്. ലെഫ്റ്റ് ജോയിൻ നമ്മൾ ചെയ്താണ്. അപ്പോൾ അതിൻ്റെ കമാൻഡ്സ് നമ്മൾ ആദ്യം കൊടുക്കുന്നു. ഓക്കെ, ഓർഡേഴ്സ് ഡോട്ട് കസ്റ്റ് ഐ ഡി ഈക്വൽ ടു കസ്റ്റമേഴ്സ് ഡോട്ട് കസ്റ്റ് ഐ ഡി. ഇതുവരെ ലെഫ്റ്റ് ജോയിൻ്റെ കമാൻഡ്സ് ആണ്. അതിന് ഇടയിൽ യൂണിയൻ ഓൾ എന്ന് കൊടുക്കുന്നു. അതിനുശേഷം സെലക്ട് ഓർഡേഴ്സ് ഡോട്ട് ഓർഡർ ഐ ഡി, ഓർഡേഴ്സ് ഡോട്ട് ഓർഡർ ഡേറ്റ്, കസ്റ്റമേഴ്സ് ഡോട്ട് കസ്റ്റ് നെയിം, കസ്റ്റമേഴ്സ് ഡോട്ട് സിറ്റി, കസ്റ്റമേഴ്സ് ഡോട്ട് കൺട്രി ഫ്രം ഓർഡേഴ്സ്. റൈറ്റ് ജോയിൻ കസ്റ്റമേഴ്സ് ഓൺ ഓർഡേഴ്സ് ഡോട്ട് കസ്റ്റ് ഐ ഡി ഈക്വൽ ടു കസ്റ്റമേഴ്സ് ഡോട്ട് കസ്റ്റ് ഐ ഡി.
ഓർഡർ ബൈ കൺട്രി. ഇത് യൂണിയൻ ഓൾ വെച്ചാണ് നമ്മൾ ചെയ്ത്. അതിൽ രണ്ട് ടേബിളിലെയും എല്ലാ ഫീൽഡും മാച്ചിങ് ഫീൽഡും അല്ലാത്ത സ്ഥലത്ത് അത് നൾ വാല്യൂ ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. ഓക്കെ, ഇതാണ് ഫുൾ ജോയിനും യൂണിയൻ ഓളും നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഇനി സെൽഫ് ജോയിൻ ആണ്. സെൽഫ് ജോയിൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു ടേബിളിൽ നമുക്ക് നിലവിൽ ഇപ്പോൾ കസ്റ്റമേഴ്സ് എന്നുള്ള ടേബിൾ മാത്രമുള്ളൂ, അതിനെ തന്നെ നമുക്ക് ജോയിൻ ചെയ്യിപ്പിക്കണം സെയിം ടേബിളിനെ തന്നെ. അതായത് ഉദ്ദേശിക്കുന്നത് സെൽഫ് ജോയിൻ ഈസ് യൂസ്ഡ് ടു ജോയിൻ എ ടേബിൾ ടു ഇറ്റ് സെൽഫ് ആസ് ഇഫ് ദ ടേബിൾ വർ ടു ടേബിൾസ്. ഓക്കെ, ഒന്ന് ടെമ്പററി ആയിട്ട് നമ്മൾ റീനെയിം ചെയ്ത് ഉപയോഗിക്കുന്നു, അറ്റ്ലീസ്റ്റ് വൺ ടേബിൾ ഇൻ ദി SQL സ്റ്റേറ്റ്മെന്റ്. അതിനായിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, അതിനായിട്ട് സെലക്ട് എ ഡോട്ട് കസ്റ്റമർ നെയിം ആസ് കസ്റ്റമർ നെയിം 1. അതായത് എ ഡോട്ട് കസ്റ്റമർ നെയിം എന്നുള്ളത് കസ്റ്റമർ നെയിം 1 എന്ന് പേര് കൊടുക്കുന്നു. ബി ഡോട്ട് കസ്റ്റമർ നെയിം ആസ് കസ്റ്റമർ നെയിം 2. എ ഡോട്ട് സിറ്റി, അപ്പം എ എന്നുള്ള ടേബിളിൽ സിറ്റിയാണ് എടുത്തിരിക്കുന്നത്. ഫ്രം കസ്റ്റമേഴ്സ് എ, കസ്റ്റമേഴ്സ് എന്നുള്ള ടേബിളിന് എ ആയും കസ്റ്റമേഴ്സ് എന്നുള്ള ടേബിളിന് ബി ആയും നമ്മൾ അസൈൻ ചെയ്യുന്നു. ഓക്കെ, വേർ എ ഡോട്ട് കസ്റ്റ് ഐ ഡി ഡസ് നോട്ട് ഈക്വൽ ടു ബി ഡോട്ട് കസ്റ്റ് ഐ ഡി. അതൊരിക്കലും മാച്ച് ആവുന്നില്ല, കാരണം അത് പ്രൈമറി കീ ആണ് കസ്റ്റ് ഐ ഡി കസ്റ്റമേഴ്സ് ടേബിളിലെ. അപ്പം അത് മാച്ച് അല്ലാത്തതാണെങ്കിൽ അത് ഷോ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് എ ഡോട്ട് സിറ്റി ഈക്വൽ ടു ബി ഡോട്ട് സിറ്റി ഓർഡർ ബൈ എ ഡോട്ട് സിറ്റി. അതിൽ രണ്ട് ഫീൽഡാണ് കാണുന്നത്. സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമേഴ്സ് കൊടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എ ഡോട്ട് സിറ്റി. ഈ ഒരു ടേബിളേ ഉള്ളൂ, പക്ഷെ എ ഡോട്ട് സിറ്റി, എ എന്നുള്ള കസ്റ്റമേഴ്സും ബി ഡോട്ട് സിറ്റിയും ഈക്വൽ ആവുന്ന ഈ സിറ്റി ഈക്വലായി വരുന്നത് ഈ തൃശ്ശൂർ എന്നുള്ള സിറ്റിയാണ്. ഓക്കെ, ആണല്ലേ? അപ്പം ഇത് ഈക്വലായി വരുന്നത് ഡിസ്പ്ലേ ആയിട്ട് വരികയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റത്തെ മനോജ് എന്നുള്ള ഈ ഫീൽഡ് കസ്റ്റമർ നെയിം 1ലും ഹരീഷ് എന്നുള്ളത് കസ്റ്റമർ നെയിം 1ലും ഡിസ്പ്ലേ ആയി വന്നു. ഇതിൽ ഹരീഷും മനോജും രണ്ടൊരു ഫീൽഡാണ് വരുന്നത്. തൃശ്ശൂർ എന്നുള്ള സിറ്റി മാച്ച് ചെയ്യുന്നത് രണ്ട് ഫീൽഡാണ് ഉള്ളത്, അത് ഡിസ്പ്ലേ ആയി വരികയാണ്. അപ്പോൾ ഒരു ടേബിളിനെ വെച്ചുകൊണ്ട് നമുക്ക് സെൽഫ് ജോയിൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് സെൽഫ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് ജോയിൻ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറെ DBMSന്റെ വിശേഷങ്ങളുമായി നമുക്ക് കാണാം. ബൈ.